Hi, hello, it's me Nasrina and welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് റെഡ് വെൽവെറ്റിന്റെ മിക്സ് ഉപയോഗിച്ച് എങ്ങനെ അടിപൊളിയായിട്ട് റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്ക് മിക്സ് ഉപയോഗിച്ച് അടിപൊളിയായിട്ട് തയ്യാറാക്കാം. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കോഴിമുട്ടയും പിന്നെ ഒരു പാക്കറ്റ് റെഡ് വെൽവെറ്റ് മിക്സുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ 4 കോഴിമുട്ടയെ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കണ്ട, നമുക്ക് മിക്സിയുടെ ജാറിൽ ഈ മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാനിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് റെഡ് കളറോ വാനില എസൻസോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല. ഒക്കെ നമുക്ക് ഈ പാക്കറ്റിൽ തന്നെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഈസിയാണ്. ഈ അളവും കാര്യങ്ങളൊന്നും അറിയാത്തവർക്ക്, കേക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ് കേട്ടോ ഈ മിക്സ് ഉപയോഗിച്ചിട്ടുള്ള സ്പോഞ്ച് ഉണ്ടാക്കൽ. അപ്പോൾ ഇനി നമുക്കിത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു മോൾഡ് എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ തടവി ബട്ടർ പേപ്പർ സെൻറ്റർ ഭാഗത്തും സൈഡിലൊക്കെ ആയിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഒരു മോൾഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മോൾഡൊന്ന് നമുക്ക് 1-2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓവനിലൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ട് അതിലൊരു ചെമ്പ് വെച്ചിട്ട് അതിനകത്ത് ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മോൾഡ് ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 20 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ അകമെല്ലാം ഒന്ന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ. അപ്പോൾ നമുക്കൊരു ഈർക്കിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ അത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നൊക്കെ. ഈസി ആയിട്ട് 3 ലെയറൊക്കെ നമുക്കിതിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.